നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അനു ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അലോകിനെ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. തന്റെ ജീവിതം തകർക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയവനാണ്. അത് മാത്രമല്ല, തനിക്ക് ഇത്ര മാർക്കുണ്ട്, ഇനി മുന്നോട്ട് പഠിക്കാതിരിക്കാൻ പറ്റില്ല. തന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും തന്റെ അച്ഛനും അമ്മയെ തന്നെ പഠിപ്പിച്ചേനും. പക്ഷെ താൻ ഇവിടെ ആയിപ്പോയി. ഇനിയിപ്പം ഇതിനെക്കുറിച്ച് അവരോട് പറയാൻ പറ്റില്ലല്ലോ. തന്റെ ജീവിതം നശിപ്പിച്ചവൻ അലോക്. അപ്പൊ അവനെ കൊണ്ട് തന്നെ ഇതിന് ഉത്തരം ഉണ്ടാക്കിക്കണം. അവനെ കൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കി താൻ പഠിപ്പിക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അനുവിന്റെ മനസ്സിൽ. പിന്നീട് അനു അലോകിന്റെ അടുത്തേക്ക് ചെന്നു. ആ സമയത്ത് അലോക് ഹാളിലായിരുന്നു. ഹാളിലിരിക്കണ സമയത്താണ് അനു അങ്ങോട്ട് ചെല്ലുന്നേ. അനു ചെന്നിട്ട് പറഞ്ഞു, അലോക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി? നിനക്ക് എന്താ പറയാനുള്ളത്? അതെ, എന്റെ മാർക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഹോ, അതിപ്പോ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നീ എന്താ കൂടെ പുഴുങ്ങി തിന്നുന്നുണ്ടോ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അലോകെ, നിന്റെ വീടാന്ന് ഞാൻ നോക്കത്തില്ല, അറിയാലോ. മുറിയിലേക്ക് വരുമ്പോ ഇതിനുള്ളത് ഞാൻ പറയൂന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, എടി, നിനക്ക് മാർക്ക് കിട്ടിയോണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എനിക്ക് പഠിക്കണം. പഠിക്കാനാ? അതെ, പഠിക്കണം. എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നറിയോ? എന്നെ ഒരു IAS കാരി ആക്കാന്നുള്ളായിരുന്നു. ഓ, ഇപ്പൊ നീ പഠിച്ച് കളക്ടർ ആകാൻ പോവാണല്ലോ. ഒന്ന് പോടി അവിടുന്ന്. ഒരു 95% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞോണ്ട് അവളുടെ അഹങ്കാരം. അതെ, ഞാൻ വെറുതെ വാങ്ങിയതൊന്നുമല്ല. നല്ല കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചിട്ട് വാങ്ങിയതാ. അല്ലാതെ എനിക്ക് വെറുതെ ആരും വാരിക്കോരി തന്ന മാർക്കൊന്നും അല്ല. ആയിക്കോട്ടെ, അതിനിപ്പോ എന്ത് ചെയ്യണം? അതെനിക്ക് പഠിക്കാൻ പോണം. പഠിക്കാൻ പോയിക്കോ. പഠിക്കാൻ പോണെങ്കിൽ പൈസ വേണം. അതെന്താണെങ്കിലും ഇവിടെ ഇല്ല. നീ നിന്റെ അച്ഛനോട് പോയി ചോദിക്കുക പൈസ തരാനായിട്ട്. അതെന്തിനാ അച്ഛനോട് ചോദിക്കുന്നേ? ഹലോകല്ലേ എന്റെ ഭർത്താവ്. നിന്റെ ഭർത്താവോ? ദേ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ വലിയ പ്രശ്നവും. അത് ഈ വീട്ടിൽ വെച്ച്. അപ്പോഴാണ് അനന്തനും അച്ഛനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അനന്തം വന്നിട്ട് ചോദിച്ചു, എന്താടാ അലോകെ? രണ്ടുപേരും കൂടെ. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഒന്നുമില്ല വല്യച്ച. അനു പറഞ്ഞു, അല്ല വല്യച്ച, അത് അല്ല, ഒരു കാര്യമുണ്ട്. അല്ല അങ്കിളേന്ന് പറഞ്ഞു. അല്ല, എന്താ കാര്യം? അത് പിന്നെ എന്റെ റിസൾട്ട് വന്നു. 95% മാർക്കൊക്കെ ഉണ്ട്. ആഹാ, അത് കൊള്ളാലോ. കൺഗ്രാറ്റ്സ്, മിടിക്കാണല്ലോ എന്ന് പറഞ്ഞു. എടാ അലോകെ, കണ്ടോ അവളുടെ മാർക്കും കാര്യങ്ങളൊക്കെ? അപ്പോഴേക്കും അലോക് ഒരു പുച്ഛഭാവത്ത് നിൽക്കുകയാണ്. ആ സമയം അനു പറഞ്ഞു, അതെ അങ്കിളെ, എനിക്ക് തുടർന്ന് പഠിക്കണം. ഞാൻ അത് അലോകിനോട് പറഞ്ഞു. പക്ഷെ അവന് സമ്മതമല്ല. അലോകിന് സമ്മതമല്ല എന്നെ പഠിപ്പിക്കാനായിട്ട്. അച്യുതൻ പറഞ്ഞു, ഓ, ഇനിയിപ്പൊ പഠിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പഠിക്കാൻ പോണേ? വീട്ടിലിരുന്നാ മതി. കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? അച്യുതന് മനസ്സിലായി ഇത് അനിയന്റെ മറ്റൊരു ട്രാപ്പാന്നുള്ള കാര്യം. അപ്പോഴേക്കും അനന്തം പറഞ്ഞു, നീ എന്ത് വർത്താനമേ അച്യുത പറയണേ? അവൾ പഠിച്ച് ഇത്രയും മാർക്കൊക്കെ വാങ്ങിയതല്ലേ? അപ്പൊ അവൾക്ക് എന്താ പഠിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പഠിപ്പിക്കുമെന്നല്ലേ നല്ലത്. അതിനിപ്പം പഠിപ്പിക്കാൻ ഇരുത്തേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? അച്യുതൻ പറഞ്ഞു, അല്ല പിന്നെ അത് പിന്നെ ഏട്ടാ കൂടുതലൊന്നും പറയണ്ട. അവളെ എന്ത് കോഴ്സിനെ ചേർന്ന് പഠിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് പഠിക്കട്ടെ. അവളുടെ ആഗ്രഹം പോലെ അവള് നടത്തട്ടെ. അതിനിപ്പം നമ്മൾ അതിന് വാശി കാണിച്ചിട്ട് കാര്യമുണ്ടോ? അവൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്, അവള് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, അത് വലിയച്ച കുറെ പൈസയൊക്കെ ആവും. എടാ, പൈസ ആവട്ടെ, നിന്റെ ഭാര്യയല്ലേ, അവളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ? അലോകിന് ആകെപ്പാടെ ഭ്രാന്തി പിടിച്ചു പോയി. അനു ഒന്ന് അലോകിനെ നോക്കി ചിരിച്ചിട്ട് അകത്തേക്ക് പോയി. അനുവിന് മനസ്സിലായി തന്റെ ഉദ്ദേശം നടക്കും എന്നുള്ള കാര്യം. അലോകിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അലോക് മുറിയിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കയ്യിൽ നിന്നെ പഠിപ്പിക്കാൻ പൈസ ഒന്നുമില്ല. അതെ, ഇല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കി തരണം. എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞാൽ പഠിക്കണം. അലോകിന് കട്ടക്കലിപ്പായി. ആ പേരും പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കണം. അപ്പോഴേക്കും അനു പറഞ്ഞു, മര്യാദയാണ് മര്യാദ, അറിയാലോ. ഞാൻ ആ വീട്ടിൽ സ്വസ്ഥതയുടെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന നീ ഒറ്റ എന്റെ ജീവൻ നശിപ്പിച്ചേ. എന്തൊക്കെയായിരുന്നു? എന്നിട്ടിപ്പൊ കൈ ഒഴിയാൻ നോക്കുന്നു. വെറുതെ വിടില്ല ഞാന്. എന്റെ ആഗ്രഹം എന്താണെങ്കിലും ഞാൻ നിറവേറ്റിയെടുക്കൂന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലോകിനെ വിളിച്ചോണ്ട് അച്യുതൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് അലോകിനോട് സംസാരിക്കുകയാണ്. അലോക് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ. അവൾക്ക് പഠിക്കാൻ പോണെന്ന് അവൾ ഒരേ നിർബന്ധത്തില. അവൾക്ക് IAS കാരിയാണ് പോലും. എടാ, അവളുടെ IAS അടങ്ങി ഒതുങ്ങി വീട്ടിൽ കയറിയിരിക്കാൻ പറ എന്റെ അച്ഛ. അല്ലെങ്കിൽ അവള് പഠിച്ചാൽ IAS കിട്ടാൻ പോകുന്നുണ്ടോ? അവളുടെ അച്ഛന്റെ ആഗ്രഹമാണ് പോലും. ബാലന്റെ ആഗ്രഹം ആണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ IAS കാരിയാൻ പോകുന്നില്ല. അവളെ പഠിപ്പിച്ചാലേ അവൾ IAS കാരി ആക്കുള്ളൂ. അല്ലെങ്കിൽ അവൾ IAS കാരി ആവില്ലോ എന്ന് പറഞ്ഞു. അതെ അച്ഛ, പക്ഷേങ്കില് വല്യച്ഛൻ ഇനി ഇടങ്കോലി ഇടുവന്ന. അതൊക്കെ ഞാൻ ഏട്ടനെ പറഞ്ഞ് മനസ്സിലായിക്കോളാന്ന് പറഞ്ഞു. അവൾ ഇനിയിപ്പോ പഠിക്കാനൊന്നും പോണ്ട, വീട്ടിലിരുന്നാ മതി. അങ്ങനെ അവരൊരു തീരുമാനമൊക്കെ എടുത്തു. പക്ഷെ അനു വിട്ടുകൊടുക്കുവോ? അനു വെറുതെ ഇരിക്കുവോ? ഒരു കാരണവശാലും ഇല്ല. സ്വപ്നങ്ങൾ നേടാനായിട്ട് ഏതറ്റം വരെ പോകാനായിട്ട് അനു തയ്യാറാവും. ഇതേ സമയം ദേവമംഗലത്ത്
രാവിലെ എല്ലാവരും കൂടെ ആഹാരം കഴിക്കുകയാണ്. ആഹാരം കഴിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ലടിച്ച് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഞാൻ പോയി നോക്കിയിട്ട് വരാം, ആരാന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഗോമതി പുറത്തേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ നോക്കുമ്പോൾ ജീവന്റെ അച്ഛനും അമ്മയും കൂടെ വന്നിരിക്കുന്നു. ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സിൽ. അപ്പോഴേക്കും ഗോമതി പെട്ടെന്ന് ബാലേട്ടാന്നും പറഞ്ഞിട്ട് അകത്തേക്ക് ഓടി ചെല്ലുവാണ്. എന്താ ഗോമതി? അത് പിന്നെ അവര് വന്ന് നിൽക്കുന്നു. ആരുടെ കാര്യം നീ പറയണേ? അതാ ജീവന്റെ അച്ഛനും അമ്മയും. അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അറിയില്ല ബാലേട്ട. പെട്ടെന്ന് ബാലൻ എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് ചെല്ലുവാണ്. ബാ കയറി വാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജീവന്റെ അമ്മ പറഞ്ഞു നിങ്ങളുടെ സലഹാരം സ്വീകരിക്കാനൊന്നും അല്ല വന്നത്. ആ സമയത്ത് ബാലൻ പറഞ്ഞു എന്ത് കാര്യമാണെങ്കിലും നമുക്ക് വീടിനകത്ത് കയറി സംസാരിക്കാം, കയറി വരാൻ പറഞ്ഞു. ആദിത്യ മര്യാദ കാണിക്കണമല്ലോ. അങ്ങനെ അവരെ അകത്തേക്ക് വിളിച്ചു. അവര് വന്നു കഴിഞ്ഞപ്പം ബാലൻ ചോദിച്ചു അല്ല നിനക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായി, ഞങ്ങളുടെ മോള് ചെയ്തൊരു തെറ്റ്, അതിന് എത്ര സോറി പറഞ്ഞാലും നിങ്ങളോട് മതിയാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജീവന്റെ അമ്മ ജലജ പറഞ്ഞു ആർക്ക് വേണം നിങ്ങളുടെ സോറി ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് നഷ്ടപരിഹാരമാണ് വേണ്ടത്. നഷ്ടപരിഹാരമോ? വേണുവിന്റെ അച്ഛൻ പറഞ്ഞു അതെ നഷ്ടപരിഹാരം വേണം. ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ പ്രിപ്പറേഷനൊക്കെ നടത്തിയതാ, ഞങ്ങൾക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരെ വിളിച്ച് അങ്ങനെ സതികം എല്ലാം കൊടുത്ത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടിയാൽ മതിയാവുള്ളൂ. ബാലൻ പറഞ്ഞു നഷ്ടപരിഹാരം വേണം, ഞങ്ങൾ തരാം, അതിന് ഞങ്ങൾ ഒരുക്കുക, അല്ല നിങ്ങൾ എത്ര ചോദിക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജീവന്റെ അമ്മ പറഞ്ഞു 1 കോടി രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. 1 കോടിയോ? അതെ 1 കോടി രൂപ നഷ്ടപരിഹാരം വേണം. ബാലന്റെയൊക്കെ കണ്ണും വിഴിഞ്ഞു പോയി. കോമതിയൊക്കെ അന്തം വിട്ട് നോക്കണം. ആരിനും ആകാശിനും ഒന്നും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. 1 കോടി രൂപ നഷ്ടപരിഹാരം. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അല്ല അത് കുറച്ച് കൂടുതലല്ലേ 1 കോടി രൂപ? അതെ ഞങ്ങൾ കോടതി കേസിന് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും. 1 കോടി രൂപയെങ്കിൽ 1 കോടി രൂപ കിട്ടുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ പെണ്ണാ ഒളിച്ചോടിയത്, ഞങ്ങളുടെ മോനെ ചതിച്ചത്, അതുകൊണ്ട് മര്യാദയ്ക്ക് പറയുന്ന തുക തരുന്നതായേ മതിയാവുള്ളൂ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അത് പിന്നെ അത്രയും രൂപയൊന്നും ഞങ്ങളുടെ കയ്യിൽ. ഓ പിന്നെ ഇല്ലെന്നായിരിക്കും. ഇതൊക്കെ ആരോടാ ബാല നിങ്ങൾ പറയണേ എന്ന് ജീവന്റെ അച്ഛൻ ചോദിച്ചു. ബാലനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. അപ്പോഴേക്കും ജീവന്റെ അമ്മ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, തന്നില്ലെങ്കിൽ ഞങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മകൻ കാരണേ നാണൊക്കെ ഉണ്ടായത് ഞങ്ങൾക്കാ. ബന്ധുക്കാരുടെ മുന്നില് നാട്ടുകാരുടെ മുന്നില് എല്ലാം എൻ്റെ മോന് നാണക്കേടായി. തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ? കല്യാണ പെണ്ണ് മറ്റൊരാളോട് ഒളിച്ചോളിന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അവന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അവന് ബാങ്കിലേക്ക് പോകാൻ പോലും പറ്റില്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഓരോരുത്തർ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അവൻ ആ പട ഡിപ്രഷനില്ല. അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ബാലന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഒടുവില് ബാലൻ പറഞ്ഞു നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു എന്താ ബാലേട്ടാ? ബാലേട്ടത് എന്താ പറയണേ? എനിക്കറിയില്ല ഗോമതി, എനിക്ക് എന്ത് ചെയ്യണമെന്ന്. ബാലേട്ടാ ഇനിയിപ്പോൾ അവർ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലേ? ആവും. നാണക്കേട് വേറെ. എല്ലാത്തിനും കാരണം അവൾ ഒറ്റയൊരുത്തല്ലേ അനുശ്രീ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ. അവളന്ന് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പം നമ്മളിങ്ങനെ ഒന്ന് വേദന തിന്നിട്ട് വരത്തില്ലായിരുന്നു. ആരും പറഞ്ഞു അല്ല 1 കോടി രൂപ ചോദിച്ചിട്ടുണ്ട് അവർ വന്നു കഴിയുമ്പോൾ നമ്മളത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവർ കൊണ്ട് കേസ് കൊടുക്കട്ടെ. കേസ് കൊടുത്തിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് കോടതി വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ മതി. അതിന് ഇപ്പം നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഇത്രയും രൂപ, ഈ 1 കോടി രൂപ നഷ്ടപരിഹാരം ഒന്നും ആയിട്ടില്ലല്ലോ അവർക്ക്, അത് അത്രയും കൊടുക്കേണ്ട കാര്യമില്ല. ബാലൻ പറഞ്ഞു എടാ മോനെ അതിന് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അതാ പറഞ്ഞ അച്ഛാ, അവരോട് കോടതി വെച്ച് കാണാമെങ്കിൽ കോടതി വെച്ച് കാണാമെന്ന് പറ, കേസ് കൊടുത്തോളാൻ പറ, അല്ലാതെ അവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. കോമതിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. ബാലനാണെങ്കിൽ ടെൻഷനായി. ഒടുവിൽ അവർ കടയിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. ആ സമയം സുകന്യ എന്ത് നേരെ കൃഷ്ണമംഗലത്തേക്ക് എന്നു. കൃഷ്ണമംഗലത്ത് എന്നിട്ട് ഈ ന്യൂസ് വിടുവാണ്. 1 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചെന്നുള്ള കാര്യം. അത് കേട്ടതും രാജശ്രീ പറഞ്ഞു അവരാള് കൊള്ളാലോ, 1 കോടി രൂപ നഷ്ടപരിഹാരം 1ഉം 2ഉം അല്ലല്ലോ. ഇഷ്ടം പോലെ പൈസ ഉണ്ടോന്ന് തോന്നുന്നു ബാലേട്ടന്റെ കയ്യില്. അല്ലെങ്കിൽ പിന്നെ 1 കോടി രൂപയൊക്കെ നഷ്ടപരിഹാരം ചോദിക്കുവോ? എന്നിട്ട് ബാലൻ കൊടുക്കാന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബാലൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാന്ന് ചോദിച്ചു. ആ സമയം സുകന്യ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ചിരിച്ചെള്ളാൻ വരട്ടെ, ഇഷ്ടം പോലെ പൈസ കാണുമായിരിക്കും കയ്യില്. അല്ലെങ്കിൽ അനുവിന്റെ വിവാഹം നല്ല ആർഭാടമായിട്ട് നടത്താനായിട്ട് ഇരുന്നല്ലേ 10-75 പവന്റെ സ്വർണ്ണമൊക്കെ കൊടുത്ത്. അതെ ചേച്ചിക്കൊന്നും ആവശ്യമില്ലാഞ്ഞിട്ടല്ലേ ഇപ്പൊ അലോക കല്യാണം കഴിച്ചു, അലോകിന് ശ്രീധരൻ കിട്ടേണ്ടതല്ലേ? രാജശ്രീ പറഞ്ഞു അത് ശരിയാ, പക്ഷെ എങ്ങനെയാ ചോദിക്കാൻ പറ്റില്ലല്ലോ ചേച്ചി. ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു മേടിക്കണം. അനുവിനോട് പറ അവൾക്ക് കിട്ടാനുള്ള ഓഹരി ചോദിച്ചു മേടിക്കാൻ തന്നെ പറ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജശ്രീക്കും തോന്നി അത് ശരിയാണല്ലോ എന്നുള്ള കാര്യം. അങ്ങനെ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് സുകന്യ.
സുകന്യ അവിടെ പോയി തിരികെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ധർമ്മൻ സുകന്യയെ പിടികൂടിയിട്ട് ചോദിച്ചു, പോയി ഒറ്റ കൊടുത്തോന്ന് ചോദിച്ചു. എന്ത്, നീ എന്തിനാ ഇപ്പൊ അവിടേക്ക് പോയത്? അത് പിന്നെ ഞാൻ വെറുതെ. സുകന്യയെ, നിന്നെ എനിക്കറിയരുതോ? ഇവിടെ നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ പറയാൻ പോയതല്ലേടി നീ? അല്ല ധർമ്മേട്ട, ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ നടക്കുന്ന ഇവിടെ നടക്കുന്ന അവിടെയും പോയി പറഞ്ഞ് ഏഷണി കൂട്ടി കൊടുക്കാനാ നിന്റെ ഭാവമെങ്കിലുണ്ടല്ലോ, പിന്നെ നിന്നെ അടിച്ചതിനകത്ത് ഞാൻ കേട്ടത്തില്ല, ഇറക്കി വിടത്തുള്ളൂ. ഇത് അവസാന താക്കീതാന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ ഇറങ്ങി പോകുമ്പോൾ കാരണം തടിയേറ്റ പോലെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വിധം സുകന്യ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.